നമസ്കാരം. തമസാ നദിക്കരയിലൂടെ വൈകിട്ട് കുളിക്കുവാനായി പോയ വാൽമീകി മഹർഷി പോകുന്ന വഴിയൊക്കിൽ ഒരു കാട്ടാളൻ രണ്ട് പക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തുന്നു. ഇത് കണ്ടിട്ട് മനസ്സ് വേദനിച്ചുകൊണ്ട് വാൽമീകി മഹർഷി പറയുന്ന വാക്കുകൾ ആണ് രാമായണത്തിന് തുടക്കം. മാനിഷാദ എന്ന് തുടങ്ങുന്ന ശ്ലോകം. അല്ലയോ വേട നിഷാദ, അരുത്. നീ ഈ ചെയ്ത കർമ്മത്തിലൂടെ നീ ലോകത്തിന് അനഭിമതനായി പോകട്ടെ എന്നാണ് പറഞ്ഞത്. അതായത് നീ ഈ രണ്ട് പക്ഷികൾ പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരുന്ന ഈ രണ്ട് പക്ഷികൾ ഒന്നിനെ കൊന്ന് മറ്റൊന്നിന് ദുഃഖത്തിന് കാരണമാക്കിയല്ലോ. അതുകൊണ്ട് നീ നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കണ്ടാൽ അനഭിമതൻ, ഒരു അവജ്ഞ തോന്നുന്ന രീതിയിലേക്കുള്ള കർമ്മമാണ് നീ ചെയ്തത്. അങ്ങനെ ആയിപ്പോകട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ദുഃഖിക്കുകയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, യുക്തിവാദികളൊക്കെ ചോദിക്കാറുണ്ട്, പുള്ളിക്കാരൻ പണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ട് നടന്ന ആളല്ലേ, കാട്ടാളനായിരുന്നില്ല? അതെ, കാട്ടാളനായിരുന്നു. പക്ഷേ കാട്ടാളൻ എന്നുള്ള ആൾ മരിച്ചിട്ടാണ് വാൽമീകിയായിട്ട് പുനർജനിക്കുന്നത്. അതായത് പ്രീവിയസ് പേഴ്സണാലിറ്റി, അറിവുണ്ടാകുന്നതിന് മുമ്പും അറിവിന് ശേഷവും എന്ന് പറയുന്നൊരവസ്ഥയാണ്. അറിവിന് മുമ്പ് നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അറിവ് നേടിയതിന് ശേഷം പുതിയൊരാളായി വരുമ്പോൾ മറ്റേത് നമുക്ക് ബാധകമല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പോയി കഴിഞ്ഞു, പുതിയ ആളായി കഴിഞ്ഞു, പുതിയ പ്രോഗ്രാമാണ്. പുതിയ പ്രോഗ്രാം അപ്ഡേറ്റഡ് വെർഷൻ ഒക്കെ വന്നു കഴിയുമ്പോൾ പഴയ വെർഷൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആൾ മാറിപ്പോയി, ആൾ മരിച്ചുപോയി, പഴയ ആൾ മരിച്ചുപോയി, പുതിയ ആൾ ജനിച്ചു. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് വിമർശിക്കാം, അല്ലെങ്കിൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പറയാം, നീ ചെയ്തത് തെറ്റാണ്, നിന്റെ ഭാഗത്ത് തെറ്റുണ്ട്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്, അരുത്, അരുത് നിഷാദ, കാട്ടാള, അരുത് കാട്ടാള, ചെയ്യരുത്, നീ ചെയ്യരുത്, അല്ല നീ ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് തെറ്റ് ശരി വിവേചിച്ചറിയാനുള്ള ശേഷി കൈവരിച്ച വാൽമീകിക്ക് അത് പറയാനുള്ള അവകാശമുണ്ട്, അതിനുള്ള യോഗ്യതയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ രാമായണം തുടങ്ങുന്നത് അരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. തുടർന്ന് പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. രാമൻ്റെ ജീവിതം ഒരു എക്സാമ്പിളാക്കി എടുത്ത് കാണിക്കുകയാണ്. രാമൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വ്യക്തിയായിട്ട് വാൽമീകി മഹർഷിക്ക് തോന്നിയ ഒരാളാണ് ശ്രീരാമൻ. അങ്ങനെ ശ്രീരാമൻ്റെ മര്യാദാ പുരുഷോത്തമൻ എന്ന് പറയും, പുരുഷന്മാരിൽ ഉത്തമനായിട്ടുള്ളത്. അങ്ങനെ ഒരാളുടെ ജീവിതം എടുത്ത് മാതൃകയായിട്ട് കാണിച്ചു തരികയാണ് നമ്മുടെ മുന്നിൽ അദ്ദേഹം ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം.